മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് ഇന്ന് 11 മണിക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് എന്ന ആവശ്യം അംഗീകരിക്കപ്പെടുമോ എന്ന ആകാംക്ഷയിലാണ് കേരളം. മധ്യവർഗത്തിന് സ്വീകാര്യമായ ബജറ്റാകും അവതരിപ്പിക്കപ്പെടുക എന്ന സൂചന രാഷ്ട്രപതിയുടെ അഭിസംബോധനയും പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയും നൽകുന്നുണ്ട്. വിശദാംശങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നു. അനൂപ് ദാസ്, ഗുഡ് മോർണിംഗ്. വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാം ഉറ്റുനോക്കുന്നത്, രാജ്യം ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും കേരളം 24,000 കോടിയുടെ ഒരു പാക്കേജൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അത് അനുവദിച്ചു കിട്ടുമോ, എത്രത്തോളം സഹായകരമാകും തുടങ്ങിയ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതെന്നാണ് മനസ്സിലാക്കേണ്ടത് അനൂപ് ദാസ്? കേരളത്തെ സംബന്ധിച്ചും രാജ്യത്തെ മറ്റെല്ലാ ഭാഗത്തെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ബജറ്റ് എന്ന് തന്നെ പറയാം. കാരണം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ആഗോള സാമ്പത്തിക സ്ഥിതിയെല്ലാം പരിശോധിച്ചാൽ വളരെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയം കൂടിയാണ്. കാരണം താരിഫ് റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകളുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ അതിൽ ഉൾപ്പെടുത്തും എന്നുള്ളത്. അങ്ങനെയെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാതെ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന വിഷയമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സസൂക്ഷ്മം ഈ സാമ്പത്തിക വിദഗ്ധർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും ഇന്നും 11 മണി മുതൽ നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുക എന്നുള്ളത്. ആദ്യം കേരളത്തിന്റെ കാര്യം പറഞ്ഞാൽ 24,000 കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിന്റെ ധനസ്ഥിതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം ഒരു മെമ്മോറണ്ടമായി ധനമന്ത്രിക്ക് കേരള ധനമന്ത്രി നൽകിയത്. അതിൽ പ്രധാനമായി പറയുന്ന കാര്യം നേരത്തെയുള്ള പല തവണകളായിട്ടുള്ള GST വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ GST നഷ്ടപരിഹാരമൊക്കെ ലഭിക്കാത്തതിന്റെ പ്രശ്നം കേരളത്തിനുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് വേണം. കഴിഞ്ഞ തവണ ബീഹാറിനും ഒപ്പം തന്നെ ആന്ധ്രയ്ക്കും നൽകിയതുപോലുള്ള പരിഗണനയാണ് കേരളത്തിന് വേണ്ടത് എന്ന ചൂണ്ടിക്കാട്ടലാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ വയനാട് പുനരധിവാസത്തിന് വേണ്ടി 2,000 കോടി രൂപ അനുവദിക്കണം എന്ന ആവശ്യം കേരളം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഏതു നിലയിൽ പരിഗണിക്കപ്പെടും എന്ന് ഉറ്റുനോക്കുന്നു. കാര്യം ഇത്ര മാസമായിട്ടും വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായി. ഇത്ര മാസമായിട്ടും ഒരു രൂപ പോലും കേന്ദ്രം സംസ്ഥാനത്തിന് പുനരധിവാസത്തിന് വേണ്ടി അനുവദിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനങ്ങളിൽ വയനാടിന് കൂടി ആശ്വാസമാകുന്ന എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ചോദ്യം കേരളത്തിനുണ്ട്. ഒപ്പം എയിംസ് എന്ന ആവശ്യം വളരെ കാലമായി കേരളത്തിനുള്ളതാണ്. ഈ ആരോഗ്യരംഗത്ത് അടിസ്ഥാന മേഖലകളിൽ അല്ലെങ്കിൽ അടിസ്ഥാനമായി വലിയ മുന്നേറ്റം കേരളം കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ വലിയ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരേണ്ടതിന്റെ ആവശ്യം കേരളത്തിനുണ്ട്. പക്ഷെ അത് ഇത്തവണ പരിഗണിക്കപ്പെടുമോ എന്നതാണ് ചോദ്യം. ഒപ്പം തന്നെ റബ്ബർ കർഷകർക്ക് എന്താശ്വാസം, ഒപ്പം അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ത് പ്രഖ്യാപനം ഉണ്ടാകുമെന്നെല്ലാം കേക്കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്നത്തെ രാഷ്ട്രപതിയുടെ അഭിസംബോധന പരിശോധിച്ചാൽ അതിന്റെ ഭാഗമായി 2047 ഇത് ഒരു വികസിത് ഭാരത് എന്ന ആശയത്തിലേക്ക് എത്താനുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ഇന്ത്യ. അതിന്റെ ഭാഗമായുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഉണ്ടാവുമായിരിക്കും അല്ലേ അനൂപ്? ഉറപ്പായിട്ടും ഉണ്ടാകും. അടുത്ത ഒരു 10 വർഷം കണക്കാക്കി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലത്തെ രാഷ്ട്രപതിയുടെ അഭിസംബോധന നമ്മൾ പരിശോധിച്ചാൽ 2 കാര്യങ്ങൾ മനസ്സിലാകും. 8 തവണയാണ് അതിൽ മിഡിൽ ക്ലാസ്, മധ്യവർഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മധ്യവർഗത്തിന് സഹായമാകുന്ന ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിലൊന്ന് ഒരുപക്ഷെ ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ടായിരിക്കണം. ആദായ നികുതി സ്ലാബുകളിൽ ചില മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുമ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി എടുത്തു പറഞ്ഞിരുന്നു. മറ്റ് കായിക രംഗത്തും കർഷകർക്കും യുവജനങ്ങൾക്കും വേണ്ടി എല്ലാമുള്ള പദ്ധതികളുടെ വിജയത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ യുവജനങ്ങൾ, കർഷകർ, ഒപ്പം ശാസ്ത്രം, ഇത് മൂന്നും കൂടി ഉയർത്തിക്കാട്ടിയാണ് വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര എന്നും രാഷ്ട്രപതി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ യുവജനങ്ങൾക്ക്, ഒപ്പം വനിതകൾക്ക്, കാർഷിക മേഖലയ്ക്ക് വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. രാജ്യം വികസിത് ഭാരതിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരിക്കും. പിന്നെ ഒന്ന് കാർഷിക മേഖലയ്ക്ക് കൈത്താങ് നൽകുക എന്നതുമായിരിക്കും. ഈ 2 മേഖലകളെ എത്തരത്തിൽ പരിഗണിക്കപ്പെടുമെന്ന് നമുക്ക് കരുതാം. സാമ്പത്തിക സർവേയുടെയൊക്കെ ഫലമായി പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ അനൂപ്. അതെ, സാമ്പത്തിക സർവേയുടെ റിപ്പോർട്ട് ഇന്നലെയാണ് ഇരുസഭകളുടെ മേശപ്പുറത്ത് വെച്ചത്. അതിൽ കഴിഞ്ഞ 4 വർഷത്തെ
കുറഞ്ഞ വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അടുത്ത ഒരു സാമ്പത്തിക വർഷം 6.8 വരെ വളർച്ച ഉണ്ടായേക്കാം എന്നും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, വികസിത ഭാരതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അടിസ്ഥാന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുകയും പരിഹരിക്കുകയും വേണം. ഇന്നലെ അഭിസംബോധനയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞത് 25 കോടി ജനങ്ങളെ അതീവ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് കരകയറ്റി എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെ നേതാക്കളും കേന്ദ്ര മന്ത്രിമാരും എല്ലാം പ്രസംഗിക്കുമ്പോൾ 25 കോടി പേരെ ഞങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം മുൻപ് പറഞ്ഞ അതേ കണക്കാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എന്ത് മാറ്റമുണ്ടായി എന്ന ചോദ്യമുണ്ട്. എന്തായാലും കൂടുതൽ ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തേണ്ടതുണ്ട്. വികസിത ഭാരതം എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണം, അത് പരിഹരിക്കണം. അതിന് ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് എന്ത് സഹായമായിരിക്കും ബജറ്റിൽ ഉണ്ടാകുമെന്ന ചോദ്യമുണ്ട്. ഒപ്പം തന്നെ മധ്യവർഗത്തിന്റെ കാര്യം, അതിനുമപ്പുറത്തേക്ക് കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കാനുള്ള ഒരു നീക്കം ഉണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്നാണ് അറിയാൻ കഴിയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യം കോർപ്പറേറ്റ് ടാക്സ് കുറയ്ക്കുമെന്നുള്ളതാണ്. അമേരിക്ക അത് കുറയ്ക്കുകയും ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ലോകത്തെ മറ്റ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പോവുകയും ചെയ്താൽ ഇന്ത്യയും സമാനമായ നിലയിലേക്ക് വരേണ്ടി വരുമെന്ന ചൂണ്ടിക്കാട്ടലുകളുണ്ട്. അതുകൊണ്ട് കോർപ്പറേറ്റ് ടാക്സ് കുറയാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ചില ചെറുകിട വ്യവസായ യൂണിറ്റുകളുടെ ടാക്സുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, അത് ടാക്സ് കുറയ്ക്കാനുള്ള ഒരു നിർദ്ദേശം വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും എല്ലാ വിഭാഗം ജനങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ബജറ്റ് ആയിരിക്കും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ 11 മണിക്ക് ബജറ്റ് പ്രസംഗത്തിന് വേണ്ടി.